ഹലോ, ഇന്നൊരു അടിപൊളി മത്തി പീരയുടെ റെസിപ്പി കണ്ടാലോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ പണ്ട് മുതലേ ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് കാന്താരി മുളക്, നമ്മുടെ ചെറിയ തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി. ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടോ, അരഞ്ഞു പോവരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ലൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള കുഞ്ഞൻ മത്തി, ഇതിന് പീരയ്ക്ക് മെയിനായിട്ട് നമ്മൾ ചെറിയ മത്തിയാണ് എടുക്കാറ്. ഇനി വലുതാണെങ്കിൽ ഒരു 2-3 കഷ്ണം പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ ഒരു ഹാഫ് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്ത ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. പിന്നെ ഒരു 2 തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുടംപുളി അതേപോലെ തന്നെ അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പീരയിൽ അധികവും വെള്ളം ഉണ്ടാവില്ല, അത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നിൽക്കാറ്. പിന്നെ ഒരു നല്ല പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൽ പിന്നെ കുറച്ച് വെള്ളത്തോടെയാണ് കേട്ടോ പീര ഒന്നും കൂടി ഇഷ്ടം. നമ്മുടെ ആ ഒരു ഇത്തിരി വെള്ളം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് പീര ഉണ്ടാക്കുന്നത്. പിന്നെ കാന്താരി മുളക് കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലതും കൂടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം എന്നൊക്കെയാണ് അമ്മമ്മ പറഞ്ഞത്. വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കരുത് എന്നാണ് കേട്ടോ പറയുക. ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി എന്ന് പറയുക. പക്ഷെ അമ്മമ്മ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇത് പിന്നെ മത്തി വേവാത്തത് കൊണ്ട് വേവുന്ന മുന്നേ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വാങ്ങാം കേട്ടോ. ചോറിന് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുറച്ച് വെള്ളത്തോടെയാണ് വെച്ചിട്ടുള്ളത്.